ഞാൻ ഡോക്ടർ ലക്ഷ്മി, ആയുർവേദ ഫിസിഷ്യനാണ്. അപ്പോൾ നമുക്കിപ്പോൾ കുറേ ഓർഡേഴ്സുകൾ വന്നിട്ടേ ഇരിക്കുന്നുണ്ട്. ജൂൺ 16 തൊട്ട് നമുക്കൊരു ഓർഡർ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു നമ്പർ മാത്രമായിട്ട് എല്ലാവർക്കും അതിലേക്ക് വിളിക്കുമ്പോൾ ഇങ്ങനെ ബിസി എന്ന് പറയുന്നുണ്ട്, കോള് കറക്റ്റ് കണക്ട് ആവുന്നില്ല എന്ന്. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ ഒരു നമ്പറും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 നമ്പറിലേക്കും കോൾ ത്രൂ തന്നെയാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത്. എന്താ വെച്ചാൽ മെസ്സേജ് ത്രൂ നമുക്ക് പല പല നമ്പറായിട്ട് കറക്റ്റ് ഓർഡർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി 2 നമ്പറിലും നമ്മൾ കോൾ ത്രൂ ഓർഡേഴ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്, നമുക്കൊരു 300+ റീ ഓർഡേഴ്സുകൾ വന്നിട്ടുണ്ട്. അതായത് ജൂൺ 6, 7 ഓർഡർ ചെയ്തവരും 16 ഒക്കെ ഓർഡർ ചെയ്തവർക്കും ഭയങ്കര ഇഷ്ടം എന്നിട്ട് കുറേ പോസിറ്റീവ് റിവ്യൂസും തന്നിട്ടുണ്ട്. അവർ വീണ്ടും ഓർഡർ ചെയ്തപ്പോൾ നമുക്കൊരു 300+ റീ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഓയിലി സ്കിന്നുകാർ നമ്മളുടെ അടുത്ത് കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓയിലി സ്കിന്നുകാർക്ക് നമ്മുടെ ഫേസ് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നിട്ട്. നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പുകാരും നമ്മളുടെ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ദിവസം 5 മിനിറ്റ് വെക്കുക, എന്നിട്ട് ചെറുപയർ പൊടി വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. സെക്കൻഡ് ഡേയും 5 മിനിറ്റ്സ് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കാണുമ്പോൾ നിങ്ങൾ ടൈം കൂട്ടി കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് കൂടെ വെക്കുമ്പോൾ തന്നെ ചെറുപയർ പൊടി വെച്ചിട്ട് വാഷ് ചെയ്യാൻ എല്ലാവരോടും പറയാറുണ്ട്. ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടിയുടെ ആവശ്യം അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഹെയർ ഓയിലിനെ പറ്റി അധികം പറഞ്ഞു കണ്ടില്ലല്ലോ, ഹെയർ ഓയിൽ നല്ലതാണല്ലോ എന്നിട്ട്. അപ്പോൾ ഹെയർ ഓയിലിനെ പറ്റി നമ്മൾ ഇട്ടിട്ടൊക്കെ ഉണ്ട് വീഡിയോ. അപ്പോൾ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് രുദ്രലാവണ്യാണ്, നമ്മളുടെ മുടി കൊഴിച്ചിലും താരനും വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അകാല നര, ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നര കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതാണ്. അത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വെക്കും. പാത്രഭാഗം ചെയ്തിട്ടാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയും എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് തരാം. പിന്നെ ഇപ്പോഴും ചിലവർക്ക് കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെന്നറിയാം, കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല, റെസ്പോൺസ് ചെയ്യണില്ല എന്നൊക്കെ. ദയവേത് ക്ഷമിക്കുക. ഞങ്ങൾ കറക്റ്റ് ഓർഡറിൽ ഇപ്പോൾ ഒരുവിധം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നമ്പർ കൂടി ആകുമ്പോൾ ഒരു നമുക്ക് സോർട്ട് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഈ സപ്പോർട്ട് തരുന്നതിനും. അതിന് അതുപോലെ തന്നെ ഒരു ക്ഷമ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് നിങ്ങൾക്കൊരു ലാഗ് വന്നതിനും ഒരു ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു.